ശബരിമല തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തിന് ഹൈക്കോടതിയുടെ ഉപദേശം. ക്ഷേത്രത്തിന്റെ പവിത്രത, ഭരണപരമായ ആചാരമര്യാദകൾ, ഭക്തരുടെ വിശ്വാസം എന്നിവ കണക്കിലെടുത്ത് പ്രവർത്തിക്കണം. ഉത്തരവാദിത്തങ്ങളിൽ അതീവ ഭക്തിയും ജാഗ്രതയും പുലർത്തണം. തീരുമാനങ്ങൾ പ്രതിഷ്ഠയുടെ താല്പര്യം മുൻനിർത്തിയായിരിക്കണമെന്നും നിർദ്ദേശം. ശ്യാം ദേവരാജുണ്ട്. ശ്യാം, ഇതുവരെ ഇങ്ങനെ ഒരു ഉത്തരവോ നിർദ്ദേശമോ ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല രാജ്യത്തൊരിടത്തും, അല്ലേ? ഇതൊരു അസാധാരണമായ സാഹചര്യം തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ഈ രീതിയിലുള്ളൊരു ഉപദേശം നിയുക്ത തന്ത്രിയായ കണ്ഠര് ബ്രഹ്മദത്തിന് നൽകുന്നത്. ഏൽപ്പിച്ചിരിക്കുന്ന പുണ്യമായ കടമകൾ, ചുമതലകൾ അങ്ങേയറ്റത്തെ ഭക്തിയോടും ശ്രദ്ധയോടും കരുതലോടും ജാഗ്രതയോടും കൂടി നിർവഹിക്കണമെന്നതാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. മാത്രമല്ല, ശബരിമല ക്ഷേത്രത്തിനൊരു പവിത്രതയുണ്ട്. അതിന്റെ ഭരണപരവുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളും ആചാരം, ഒപ്പം ദശലക്ഷക്കണക്കിന് ഭക്തർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്നിവ എപ്പോഴും ഈ തന്ത്രി മനസ്സിൽ സൂക്ഷിക്കണം. മാത്രമല്ല, ചുമതലകൾ നിർവഹിക്കുമ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനവും പൂർണ്ണമായും ശബരിമലയിലെ പ്രതിഷ്ഠയുടെ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ളതായിരിക്കണം. ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് ഒപ്പം ഭക്തരുടെ ക്ഷേമത്തിന് ഉൾപ്പെടെയുള്ള ആത്മീയ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് കണ്ഠര് ബ്രഹ്മദത്തിന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അതിന്റെ ഉത്തരവിലൂടെ നൽകുന്നത്. നേരത്തെ കണ്ഠര് ബ്രഹ്മദത്തിനെ തന്ത്രിയായി നിയമിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ തീരുമാനം അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള ഉപദേശം ശബരിമലയിലെ നിയുക്ത തന്ത്രിക്ക് നൽകുന്നത്. താങ്ക് യു. ശ്യാം ദേവരാജാണ് ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകിയത്.